ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ കേട്ടോ. അപ്പോൾ നമുക്ക് റിവ്യൂലേക്ക് പോയാലോ. അങ്ങനെ ഇന്ന് അബിയാണെങ്കിലോ നമ്മുടെ ശ്രീനാഥിനെ വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്നും ജോലി വേറെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ആലോചിച്ചു, എനിക്ക് ഈ കൊച്ചി വിട്ട് പോവുകയായിരിക്കും നല്ലത്. കാരണം ഞാൻ വർഷയെ തേടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ അവൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പോവുകയാണ്. എന്നെ ജോലിയൊന്നും രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദൈവം രണ്ടാമതൊരു ജീവിതം ശ്രീക്ക് തന്നതാണ്. അത് നല്ല രീതിക്ക് തന്നെ ജീവിച്ച് തീർക്കണമെന്നും പറയുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ അഭി ലേറ്റ് ആവുന്നത് കണ്ടിട്ട് ബാക്കി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ശിവയാണെങ്കിലോ ഇന്ന് ഒട്ടും ടേസ്റ്റ് ഇല്ല. വർഷം ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ വരാത്തത് കാരണം വായിൽ വെക്കാൻ പോലും കൊള്ളില്ലല്ലോ. അത് ശരി, കട്ടപ്പനക്കാരയുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് പറ്റിയില്ല അല്ലേ? കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ ഓരോന്നുണ്ടാക്കി തന്നു, എന്നിട്ടിപ്പോൾ ഇങ്ങനെയാണോ പറയുന്നതെന്ന് അഞ്ച് ചോദിക്കുന്നുണ്ട്. സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ശിവൻ പറയുന്നുണ്ട്. പക്ഷേ വർഷയാണെങ്കിലോ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. താനെന്താ ഒന്നും കഴിച്ചില്ലല്ലോ, എന്താ എഴുന്നേറ്റ് പോകുന്നത്? അത് പിന്നെ എനിക്ക് വിശപ്പില്ല, മതി എന്ന് പറയുന്നുണ്ട്. അത് തനിക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ തീരുമാനിക്കും തനിക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. താൻ ഒരെണ്ണം കൂടി കഴിക്കുമെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നു. പിന്നെയാണെങ്കിലോ അബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും താൻ വരാത്ത കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു, ഇനിയിപ്പോൾ എന്താ തനിക്ക് വേണമെങ്കിൽ വന്നിരിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ വർഷയാണെങ്കിലോ എഴുന്നേറ്റ് പോണ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അബി എന്നോട് ചോദിച്ചില്ലേ ഒരു ചോദ്യം, ഞാൻ സ്വീകരിക്കുക ആരെയാണെന്നുള്ളത്, ശ്രീയേട്ടൻ തിരിച്ചു വന്നാൽ വിവേകിനെയാണോ അതുപോലെ തന്നെ ശ്രീയേട്ടനെയാണോ എന്നുള്ളത്. ഒരു പക്ഷേ ശ്രീയേട്ടൻ എൻ്റെ മനസ്സിൽ ആദ്യം കയറിയിട്ടുള്ള ഒരാളാണ്, അയാളാണ് ഒരുപാട് സ്നേഹിച്ചതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ശ്രീയേട്ടൻ്റെ അനുവാദം ഇല്ലാതെ ഒരിക്കലും ഞാൻ വിവേകിനെ സ്വീകരിക്കില്ല എന്നൊരൊറ്റ മറുപടിയാണ് വർഷ പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അതിനുശേഷം തന്നെ അവിക്ക് ആകെ ടെൻഷനായി തുടങ്ങി കേട്ടോ. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. പിന്നീട് പിറ്റേ ദിവസം തന്നെ ശ്രീയെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്താ വക്കീൽ ഈ പറയുന്നത്? പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോകണം എന്നുള്ളത്, പിന്നെ പറഞ്ഞു എന്തിനാ പോകുന്നതെന്ന്. അതുപോലെ ഞാൻ ജോലി രാജിവെക്കണം, വേറൊരു ജോലി കണ്ടുപിടിക്കണം. അതിൻ്റെ ആവശ്യം എന്താണ്? ഈ കൊച്ചിയിൽ ഒരുപാട് പേരുള്ളതാണ്. അതിനിടയിൽ വർഷയ്ക്ക് എന്നെ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴത്തേനും ഞാൻ എന്തിനാ എൻ്റെ ജോലി കളയേണ്ട ആവശ്യം എന്താ? ആ വക്കീൽ പലതും കള്ളം പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്താ അന്വേഷിച്ചു എന്നാണ് പറയുന്നത്? അതായത് വർഷ നിങ്ങളുടെ കൂടെയാണ് താമസമെന്നും ശിവനന്ദയും നിൻ്റെ കൂടെ തന്നെയാണ് താമസമെന്ന് അവൻ അറിഞ്ഞു വന്നെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അഭി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അഭി വക്കീൽ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അത് പിന്നെ വർഷയാണെങ്കിലോ നല്ലൊരു കുട്ടിയാണ്, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അവൾ സഹിച്ചവളാണ്. ഇന്ന് അവൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നുണ്ട്. അത് ശ്രീയായിട്ട് തടയാൻ നിൽക്കരുത്. ഞാൻ അവളുടെ ജീവിതം തടയാൻ നിൽക്കുമോ? എനിക്ക് അവളെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ ഞാൻ തനിയെ ഒഴിഞ്ഞു പോയിക്കോളാം എന്ന് ഞാനും പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ വക്കീൽ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്? ഞാൻ അവരെ കണ്ടുമുട്ടണ്ടെന്ന് കരുതിയിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഫുഡ് ഈസി കമ്പനിയിലാണ് വർഷ ജോലി ചെയ്യുന്നത് പോലും ശ്രീക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ അവി പറയുമ്പോഴും ശ്രീ ഞെട്ടലോടുകൂടി അല്ല കേട്ടോ കേട്ട് നിൽക്കുന്നത്. കാരണം ശ്രീക്ക് ആദ്യമേ അറിയാവുന്നത് പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേനും വക്കീലിന് വേറെ വല്ല ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ലല്ലോ ശ്രീ, എന്തൊക്കെയായി പറയുന്നത്? അല്ല, എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്ന് പറയുന്നു. പിന്നെ അവളുടെ ജീവിതം നല്ല രീതിക്ക് ആവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നാളെ വിഷു ആകുമ്പോഴത്തേനും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു നാണയത്തൊട്ട് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ആകുമ്പോഴത്തേനും അതിൽ സ്നേഹവും ആ ഒരു വർഷത്തെ എല്ലാ നന്മകളും ഉണ്ടാവും. അതുപോലെ വർഷയ്ക്കും ഞാനത് കൊടുക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഞാൻ വരുമെന്ന് പറയുന്നുണ്ട്. അത് വേണ്ട ശ്രീ, അങ്ങനെയൊന്നും ചെയ്യണ്ട. അത് ചെയ്യും, ഞാൻ അവളെ കാണും. അതിന് വക്കീലിന് എന്താ? എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. വക്കീലിന് എന്ത് എതിർത്ത് പറഞ്ഞാലും വർഷയെ ഞാൻ കണ്ടിരിക്കും എന്നൊക്കെയാണ് ശ്രീ പറയുന്നത്. അതുപോലെ അബിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ് അബി. അതിനുശേഷം തന്നെ അതായത് കണി ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ വർഷയും അഞ്ചും കൂടി തീരുമാനിക്കുന്നു. അപ്പോഴത്തേനും കണിക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ അഞ്ചു തന്നോടല്ലേ പറഞ്ഞത് കന്നപ്പ് കൊണ്ടുവരണമെന്ന്, അത് എന്ത് ചെയ്യാനാടോ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും എന്തായാലും കടയൊക്കെ അടച്ചു. പിന്നെ ഇല്ല കൊന്നപ്പൂവ്. ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ എന്തായാലും ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു കൊന്നമരമുണ്ട്. പക്ഷെ അത് വിഷുവിൻ്റെ മുന്നേ തന്നെ പൂക്കും. പിന്നെ വിഷു ആകുമ്പോൾ എല്ലാ വീടുകളിലും പോയി നോക്കിയാലും അവിടെ നിന്നൊക്കെ കിട്ടും. അല്ലാതെ പൈസ കൊടുത്ത് ഞങ്ങളുടെ നാട്ടിൽ വാങ്ങാറില്ല എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. പക്ഷേ രാഹുലേട്ടൻ എങ്ങാനിത് കൊണ്ടുവന്നില്ല, തന്നെ ശരിയാക്കുമെന്ന് പറയുന്നു. രാഹുലിനെ വിളിച്ച് നോക്കുമ്പോൾ രാഹുൽ ഈ കാര്യം അറിഞ്ഞ മട്ടയില്ല, പറഞ്ഞത് ഓർമ്മയില്ല.
അപ്പോഴത്തെ നല്ല ആളാണ്, വർഷ എന്നെ ഇവിടെ ഇരുത്തി പൊറപ്പിക്കില്ല, അവൾക്ക് കൊന്നപ്പൂ വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ കാരണം കൊണ്ട് ഞാൻ എല്ലാവരുടെ മുന്നിൽ തോറ്റുപോയിരിക്കുകയാണല്ലോ, ഇങ്ങനെ ഒരാളുടെ കൂടെയാണല്ലോ ഞാൻ ഇറങ്ങി വന്നത് എന്ന രീതിയിലൊക്കെ അഞ്ചു രാഹുലിനെ ചീത്ത പറയുന്നു. ആ സമയത്തിനാണ് നമ്മുടെ വിവേകാണെങ്കിൽ ഒരു കൈ നിറയെ കൊന്നപ്പൂവായിട്ട് വരുന്നു കേട്ടോ. ആഹാ, ഇത് കൊള്ളാലോ. അപ്പോൾ അബി അവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും കൊന്നപ്പൂവിൻ്റെ കാര്യം വർഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിവേക് എന്തായാലും കൊന്നപ്പൂ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലേക്കും വന്നപ്പോൾ ഈ വീട്ടിലേക്കും കൂടി കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് കിട്ടാണ്ടിരിക്കുകയായിരുന്നു. ഇനി എന്തായാലും അടുത്ത വർഷം ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വിഷു ആഘോഷിക്കുമ്പോൾ ഞങ്ങളെയും കൂടി ഓർക്കണേ എന്നൊക്കെ അഞ്ജു പറയുന്നുണ്ട് കേട്ടോ. അഭിയാണെങ്കിലോ ഇപ്പോൾ കണ്ടോ, വർഷം എന്താഗ്രഹിച്ചാലും വിവേകേട്ടൻ ആ സമയത്ത് തന്നെ അത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ മനപ്പൊരുത്തം എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങ് എരിവിരി കൂട്ടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെ എല്ലാവരും അങ്ങോട്ട് മാറുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് വർഷയോടെ, വർഷം ഞാൻ നാളെ തന്നെ വന്ന് കണ്ണു പൊത്തിയിട്ട് കൊണ്ടുവരും വിഷുക്കണി കാണിക്കാൻ, താൻ വേണം എൻ്റെ കൂടെ വന്ന് വിഷുക്കണി കാണേണ്ടത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. താനിക്ക് ഞാനൊരു കൈനീട്ടവും തരുന്നുണ്ട്, എന്നാൽ രാവിലെ തന്നെ ഞാൻ വരുമെന്ന് പറയുന്നു. അങ്ങനെ അവർ രാവിലെ തന്നെ കണി ഒരുക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയുടെ കണ്ണൊക്കെ പൊത്തിയിട്ട് കണി കാണാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. താൻ കണ്ണ് തുറക്കണ്ട കേട്ടോ, ഞാൻ തന്നെ തീർത്ത് പിടിച്ചിട്ടുണ്ട്, താൻ വീഴൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കാണിക്കുന്നു കണി. വളരെ നല്ല രീതിയിലുള്ളൊരു വിഷുക്കണി അവിടെ കാണുന്നുണ്ട് കേട്ടോ. വർഷ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന പെട്ടെന്ന് വർഷ എന്ന രീതിയിൽ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തനിക്ക് പരിചയമുള്ള ആ സൗണ്ട് വീണ്ടും കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ശ്രീനാഥ് തന്നെയായിരുന്നു. വർഷ എന്ന് പറയുമ്പോൾ വർഷ ഓടി ചെല്ലുന്നുണ്ട് ശ്രീയുടെ അടുത്തേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വർഷ, തനിക്ക് വേണ്ടിയിട്ട് ഏത് പ്രതിസന്ധി എനിക്ക് മറികടക്കാൻ പറ്റുമെന്ന്, അതുകൊണ്ട് തന്നെയാണ് പിന്നെയും തൻ്റെ അടുത്തേക്ക് ഞാൻ വന്നത്. തനിക്ക് സന്തോഷമായില്ലേ, തനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് തിരിച്ചു വന്നത്, തനിക്ക് എൻ്റെ വക വിഷുക്കണി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോയിൻ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് വിവേകും അതുപോലെ ഒരു കോയിന് വർഷയ്ക്ക് മുന്നിലേക്ക് നീട്ടുന്നു. രണ്ട് തന്നെ സ്നേഹിക്കുന്ന രണ്ടാളുടെയും മുന്നിൽ ആകെ സഹിക്കാൻ പറ്റാതെ, അതായത് മനസ്സ് വിങ്ങി നിൽക്കുകയാണ് വർഷ. കാരണം എന്ത് ചെയ്യാനാണ്, രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ തനിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന മട്ടിൽ തന്നെ. ശ്രീയേട്ടനാണെങ്കിലോ തനിക്കൊരു ജീവിതം ആദ്യമേ തന്നിട്ടുള്ള ഒരാളാണ്, കാരണം തന്നെ ഏത് പ്രതിസന്ധിയിലും രക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളായിരുന്നു ശ്രീനാഥ്. അതുകൊണ്ട് പിന്നീടും രണ്ടാം ജന്മം പോലെയാണ് വിവേകിൻ്റെ അടുത്ത് എത്തുമ്പോൾ വർഷ. അങ്ങനെ രണ്ടുപേരും ഉപേക്ഷിക്കാൻ പറ്റാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ അത് വെറും ഒരു സ്വപ്നമായിട്ടാണ് കാണുന്നത്. വർഷം ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സമയം നോക്കുമ്പോൾ പുലർച്ചെയായിട്ടുണ്ട്. പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണല്ലോ പറയുന്നത്. അപ്പോഴത്തേനും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പെട്ടെന്ന് ആ സ്വപ്നം പോലെ തന്നെ ശ്രീനാഥ് വരുന്നുണ്ട് ജാൻസി വില്ലയിലേക്ക്. വർഷ എന്നെ കാണണ്ട, അവൾ വാതിൽ തുറക്കുമ്പോഴത്തേന് ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ട് പോകണം. പെട്ടെന്ന് അവൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കുന്ന സമയം കൊണ്ട് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അവളുടെ മുന്നിൽ നിന്ന് എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന രീതിയിലാണ് ശ്രീ അങ്ങോട്ട് വരുന്നത്. കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് കേട്ടോ. വർഷം ഇനി ഈ സമയത്ത് ഇനി ആരാണെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കാനായിട്ട് എഴുന്നേൽക്കുന്നു. പക്ഷേ തൊട്ട് വീട്ടിൽ വിവേകാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ജാൻസിവിലേക്ക് വരാനാണെന്ന് തോന്നുന്നു. വിവേക് പുറത്തിറങ്ങുമ്പോഴത്തേനും ശ്രീയെ കാണുന്നുണ്ട്. ശ്രീ വിവേകിനെയും തിരിച്ച് കാണുന്നു. ഇത് ഒരു പക്ഷേ നമ്മുടെ അഭി കാണുന്ന സ്വപ്നമായിരിക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ ഇത് എന്താണെന്നുള്ളത്.